ക്യാബേജിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് അരിയല്ലാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ആ ആ പൊട്ടുകുത്തിണ്ട്, ആ മുടി കെട്ടിണ്ട്. ആ അതൊക്കെ ആരാ ചെയ്തന്നെ? വല്യമ്മയോ? ആണോ? നല്ല കുറു സംഭവം. ഞാൻ വെച്ചതല്ല, അമ്മ വെച്ചത്. റീനമോൾ കലിപ്പിലാണ്, കലിപ്പിൽ. പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ റീനമോൾ കലിപ്പിലാവും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കാറ്ററിംഗ് ഡേ ആണ്. നമ്മുടെ ലല്ലപ്പ് ഇവിടെ ഇങ്ങനെ പിണങ്ങി വന്നിരിക്കുന്നുണ്ട്. ലൂസ് ഹായ് പറഞ്ഞേ. ഹായ്. നമ്മുടെ ചെക്ക് ഉറക്കപ്പിൻസയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കിതൊരു കാറ്ററിംഗ് ഉണ്ട്, 2 സ്ഥലത്തേക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തായാലും ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച് അതാണ് നമ്മളിന്ന് വ്ളോഗ് ആക്കണത്. അപ്പോൾ എന്ത് പരിപാടി തുടങ്ങിയാലോ? തുടങ്ങാം. റെഡി? എടാ റെഡി എന്ന് പറയടാ. ഇവിടെ എനിക്ക് നന്നാക്കാനുള്ള ക്യാബേജ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് നന്നാക്കണം. അടുക്കളയിലെ വിശേഷങ്ങൾ ഞാൻ ഇപ്പം കാണിച്ചിട്ടാ കേട്ടോ. റീനമോൾ കലിപ്പിലാണ്, കലിപ്പിൽ. പറഞ്ഞ സമയത്ത് പറഞ്ഞ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ റീനമോൾ കലിപ്പിലാവും. ഇതിലൊന്നും ഇല്ലല്ലോ, പറയണത് അനുസരിക്കടി. ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വെളിച്ചെണ്ണ ഉണ്ടോ? കാണാനില്ല. ഇത് കടയിലേക്ക് മോരുകറി ഉണ്ടാക്കാനുള്ള കായ. ക്യാബേജ് അരിയാനായിട്ട് എന്നെ കഴിഞ്ഞ ആളുള്ളൂ. വളരെ ചെറുതാക്കി നമ്മൾ ആ ഒരു ക്യാബേജിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് അരിയല്ലാണെന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അല്ലാണ്ട് വേറെ പണിയെടുക്കണ മടി കൊണ്ടല്ലേ അല്ലേ? ഇതൊന്നും പറയുന്നില്ലേ. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അരിഞ്ഞ ക്യാബേജ് ഇവിടെ ഇങ്ങനെ കറി ആയിക്കൊണ്ടിരിക്കുന്നു. ക്യാബേജിന്റെ കഴിഞ്ഞിപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല കുറു സാമ്പാർ. ഞാൻ വെച്ചതല്ല, അമ്മ വെച്ചത്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നമ്മുടെ വാഷിംഗ് മെഷീന്റെ സൗണ്ടാണ് കേട്ടോ. അമ്മയുടെ കുഞ്ഞ് പുട്ടുപഴ കഴിച്ചാണോ? ആണോ? പുട്ടുപുള്ളു കഴിച്ചു. ഇഷ്ടായ? ഇഷ്ടായി. മതിയാ? അയ്യോ, ചോട്ടില്ല. പ്രൊഫഷണൽ ക്യാമറമാൻ ആണ് ഇപ്പൊ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ തള്ളനെ ഓടിപ്പിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ ചേച്ചിയുടെ മുഖം കാണുന്നുണ്ടോ? അപ്പൊ അരി എടുത്ത് കാണില്ല. ആ ബാക്കിലേക്ക് ഇറങ്ങിക്ക് തല കാണണേ. നമ്മുടെ വീട്ടിലത്തെ മാങ്ങ എന്ന് പറയുമ്പോണ്ടല്ലോ പ്രത്യേക തരം മൂവാണ്ടന്റെ അളിയനാണെന്നാണ് ആയ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണമാണെന്ന് പറഞ്ഞൂടാ, പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. പഴുത്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ടേസ്റ്റാണ്. അച്ചാറിട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും ടേസ്റ്റാണ്. സോ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഈ മാങ്ങാച്ചാറാണ്. ആ ഓക്കെ, അനിമ്മ സ്പെഷ്യൽ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ സ്വന്തം വീട്ടിലത്തെ ഇപ്പോഴത്തെ വീട്ടിലത്തെ മാങ്ങ, പച്ചമാങ്ങയുണ്ട്. എന്തെന്ന് അച്ചാറാ? മാങ്ങാച്ചാറ്. സിമ്പിൾ മാങ്ങാച്ചാറ്, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. അമ്മ ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഓരോന്നായിട്ട് പുറത്തൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കൊണ്ടുപോകാനുള്ള ഓട്ടോയും വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ട്രിപ്പിന്റെ സാധനങ്ങൾ കൊടുത്തുവിട്ട് ഇനി അടുത്ത ട്രിപ്പിനുള്ള സാധനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതപ്പം വന്നിട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഫുഡ് രണ്ടും കൊടുത്തുവിട്ട് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇനി കുറച്ച് ഫ്രീ ആയി. ഇനി വൈകുന്നേരത്തേക്കുള്ളതാണ് നോക്കാനുള്ളൂ. അത് പിന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്വസ്ഥം സമാധാനത്തിൽ ഇരിക്കുന്ന ഒരു ടൈമാണ്. ഇനി വേണം എന്തെങ്കിലും കഴിക്കാൻ. ഈ നേരം വേണ്ടിയിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഹായ്. അയ്യോ, പോയി ഡ്രസ്സ് എടുത്തിട്ട് കുഞ്ഞിയുടെ ലുക്ക് കാണിച്ചത് കേട്ടോ. കുഞ്ഞി ന്യൂജൻ ഷെഫാണ്. കുഞ്ഞിപ്പോ അമ്മ പണിയൊക്കെ കഴിഞ്ഞപ്പോ തലേന്ന് മറ്റേ ക്യാപ്പ് കൂരിപ്പോ അതെടുത്ത് തലയിലിട്ട് അടക്കാണ്. ആ പറഞ്ഞോ. ബേബി പാപ്പ കഴിച്ചാ? പാപ്പ കഴിച്ചു. എന്താ ബനിയനിടാത്തെ? കാറിൽ വരും. ആ നീ ഇപ്പൊ പോയിട്ട് ബനിയൻ എടുത്തിടും. എന്റെ മേത്ത് മണ്ണാക്കിയാ? അപ്പൊ ഞാൻ ഇന്ന് കഴിക്കാൻ പോകുന്നത് ബ്രഞ്ചാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, ഇപ്പൊ ലഞ്ചാണ്. അപ്പൊ ഇത് നമ്മൾ ബ്രഞ്ച് എന്ന് പറയും. സാമ്പാർ കൂട്ടി കഴിക്കുന്നുള്ള കൊതിയിൽ വന്നിരുന്നപ്പോ തള്ള എന്നെ ചതിച്ചു. സാമ്പാറില്ല കേസ്, വെറും ഒരു ഉപ്പേരിയും 2 തരം അച്ചാറും കൂട്ടിയാണ് ഞാൻ ചോറ് കഴിക്കണേ. ഇത്ര നേരം പണി എടുത്തിട്ട് നമുക്ക് കൂലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, തിന്നാനായിട്ട് എന്തെങ്കിലും തരണം. അതൊരു മാന്യമായ ഒരു കാര്യമായിരുന്നു.
ഒരു ഉപ്പേരിയും 2 തരം അച്ചാറും കൂട്ടിയാണ് ഞാൻ ചോറ് കഴിക്കണേ. ഇത്ര നേരം പണി എടുത്തിട്ട് നമുക്ക് കൂലി തന്നില്ലെങ്കിലും കുഴപ്പമില്ല, തിന്നാനായിട്ട് എന്തെങ്കിലും തരണം. അതൊരു മാന്യമായ ഒരു കാര്യമായിരുന്നു. അതുപോലും ഇല്ല, പണി എടുക്കലും മാത്രം, അടിമപ്പണി. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ ബ്രഞ്ചൊക്കെ കഴിച്ച് ഞാൻ നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. എന്താ പറയുക, കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ അന്തം വിട്ട് പൂത്ത് എടുക്കുന്ന പോലെ ഇങ്ങോട്ട് തുടങ്ങിയത്. അപ്പം എൻ്റെ മോൻ ഉറങ്ങിയാ? ഞാനുറങ്ങി. വെറുതെ പറയാൻ തുടങ്ങിയിട്ടില്ല. കുഞ്ഞു ഉറങ്ങിയോ? മൈ ഗോഡ്, എന്നിവിടെ ഞാൻ മാത്രം ഉറങ്ങിയിട്ടുള്ളൂ എന്നാണ് എൻ്റെ അറിവ്. ബാക്കി ആരും ഉറങ്ങിയിട്ടില്ല. എനിവേ, ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള പരിപാടിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയിൽ ഒരു ചായ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തരാനായിട്ട് വീട്ടിലൊരു മനുഷ്യനില്ല. ഉച്ചയ്ക്ക് സാമ്പാർ കൂട്ടിൽ ചോറ് കിട്ടിയില്ല. പിന്നെ ഉള്ള ചായ ചോദിച്ചു, ആട്ടി വിട്ടു തന്നെ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കാം എന്നൊക്കെ. അങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. കാരണം അത്ര അത്യാവശ്യം ഒരു സാധനമല്ല ചായ, കിട്ടിയാൽ കുടിക്കാമെന്ന് മാത്രം. ഇവർ പറയുന്നത് ഇവർ കുടിക്കാനായിട്ട് എന്നെ വിളിച്ചു എന്നാണ്, പക്ഷെ എനിക്കത് ഓർമ്മയില്ല. അപ്പം അങ്ങനെ എന്തായാലും അടുക്കളയിൽ ഞാൻ കയറട്ടെ. വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. ഞാൻ ഉറങ്ങി എന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിയുടെ കോല എങ്ങനെയാണ് കേട്ടോ. പൊട്ടൊക്കെ ആ പൊട്ടുകുത്തിണ്ട്, ആ മുടി കെട്ടിയുണ്ട്. അതൊക്കെ ആരാ ചെയ്തന്നെ? വല്യമ്മയോ? ആണോ? വല്യമ്മ ചെയ്തന്നോ? ഇഷ്ടായോ കുഞ്ഞിക്ക്? നമുക്ക് വല്യമ്മനെ എറണാകുളത്തേക്ക് കൊണ്ടുപോയാലോ? കൊണ്ടുപോണോ? കൊണ്ടുപോണ്ട അല്ലേ? കൊണ്ടുപോണ്ട. അപ്പൊ നിനക്ക് മുടി കെട്ടണ്ടേ? മുടി കെട്ടണമെങ്കിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോവാം. ഓക്കെ. നമുക്ക് വൈകുന്നേരത്തിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മോര് ചാറുണ്ട്, ചോറ് ഇവിടെ ഇങ്ങനെ അമ്മ ഊറ്റോണ്ടിരിക്കുന്നുണ്ട്. അതിന് മോൾ ഈസ് ഓൺ വർക്ക്. പയറുപ്പേരിയും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇത്രയ്ക്കും സാധനം, പിന്നെ അച്ചാറും കൂടി ഉണ്ട്. അതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ഇവിടെ സെറ്റാണ്. കാപ്ചേ ചായ ദിവസത്തിൽ കിട്ടിയില്ലെങ്കിലേക്ക് നല്ലൊരു ജ്യൂസ് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ചായ ഉണ്ടാക്കിയതാണ് ഞാൻ മാത്രം ഉണ്ടാക്കിയത്. സൂപ്പർ. ഇത് ബൂസ്റ്റ് കൂടി ഇട്ടെങ്കിൽ സൂപ്പറായെന്ന് തോന്നുന്നു. കഴിക്കാനൊന്നുമില്ല, തിന്നിൽ തിന്നാൻ